വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു കല്യാണത്തിന് പോകണം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ വിശാഖിന് ഉച്ച വരെ ഓഫീസുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഓഫാണ്. അപ്പോൾ വിശാഖ് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം ഒരു 12:45 ഇടണം. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാം. കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണോ ഇന്ന് പോകുന്നത്. എലഗൻ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സിമ്പിളായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ കാലിൽ ചെറിയ ഒരു ബൈക്ക് പറ്റിയിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? ഞാൻ കാല് പൊക്കി കാണിച്ചത് കണ്ടോ? യെസ്. അപ്പോൾ കാല് പരിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കുത്തമ്മീനാർ പണിയാനുള്ള ഒരു ശേഷിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് മോയ്സ്ചറൈസർ, ലിപ് ബാം ഇത്യാദി സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഡിസ്ക്ലെയിമർ പറയാം, അങ്ങനെ ഫുൾ സെറ്റപ്പിലൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്. കാരണം എനിക്ക് കാലിലൂടെ പാൻറ് വലിച്ചേറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടേ പോകുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കോട്ടൺ. നമുക്ക് നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്. വെയിലുള്ള സമയത്ത് എനിക്ക് കുറച്ചും കൂടി ജിൽജില്ലായിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ മേത്ത് ചോറ് വരും, റാഷസ് വരും. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാരി ഉടുക്കുന്നില്ല. ഞാനൊരു കോട്ടൻ്റെ ചുരിദാർ ഇടാം എന്നാണ് പ്ലാൻ. അപ്പം നമുക്ക് ഡ്രസ്സ് ഇട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. ഒരു നോർമൽ കോട്ടൻ്റെ ചുരിദാറാണ്. വളരെ അഫോർഡബിൾ പ്രൈസിന് കിട്ടിയ ഒരു ചുരിദാർ കേട്ടോ. എനിക്ക് തോന്നുന്നു 250 രൂപ ഇങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ലൈനിങ് എൻ്റെ അടുത്തുള്ളൊരു പഴയ ലൈനിങ്ങാണ് ഞാൻ ഇട്ടത്. പിന്നെ സിഗരറ്റ് പാൻ്റ് ആട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം. കം ഓൺ ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ചടങ്ങാണല്ലോ എല്ലാം ചെയ്തിരുന്നത് ഇങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ലിപ് ബാം ആട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇനി പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീൻ മുഖ്യമാണ്. കുറച്ചതുവരെ പോകാനുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികം വെയിൽ കൊള്ളാനില്ല. ഓക്കെ, നമ്മുടെ സൺസ്ക്രീൻ അപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ഡൺ. ഓൾമോസ്റ്റ് ഡൺ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കഴുത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ ഭയങ്കര. എൻ്റെ കഴുത്തിൽ കണ്ടോ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കൂടി വരുന്നുണ്ട്. കൂടി വരുന്നതിൻ്റെ മെയിൻ കാരണം ഇപ്പം ഞാൻ ഡയറ്റ് നോക്കുന്നില്ല, ഷുഗർ കട്ടിങ് നോക്കണില്ല, ഒരു മണ്ണാങ്കട്ടിയും നോക്കണില്ല. പീരിയഡ് സൈക്കിളൊക്കെ കുറച്ച് ഇറഗുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യണം, പഴയ പോലെ ഡയറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും PCOD ഉള്ള ആളുകൾ ഇപ്പോൾ ഫോളോ ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അവരവരുടെ ഡയറ്റ് പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യണേ. ഞാൻ യൂസ് ചെയ്തിരുന്നത് എനിക്ക് ഓക്കെയാണ്, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ മടുപ്പ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും പുതിയ വെറൈറ്റി കൈൻഡ് ഓഫ് ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ഫോളോ ചെയ്യാം. എന്തായാലും അടിയന്തരമായിട്ട് നമുക്ക് നമ്മുടെ PCOD ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ വീണ്ടും എൻ്റെ ഒരു മടി കൊണ്ടും, മടി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ എടുക്കുന്ന സ്റ്റിറോയിഡിൻ്റെയും അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെയൊക്കെ ഫുൾ നമുക്കൊരു മൂഡ് സ്വിങ്സ് വരും. അതായത് എന്താ പറയുക, നമ്മളെടുക്കുന്ന മരുന്നിൻ്റെതായിട്ടുള്ള എല്ലാ എഫക്റ്റും അല്ലെങ്കിൽ സൈഡ് എഫക്റ്റും നമ്മുടെ ബോഡിയിൽ വരും. ഈവൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ പോലും അത് നന്നായിട്ട് ബാധിക്കും. അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കേട്ടോ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. എൻ്റെ എന്താ പറയുക, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ മറവി, എൻ്റെ കൂടുതൽ കാര്യങ്ങളോടുള്ള എന്താ പറയുക, എനിക്ക് പേടി, പിന്നെ എൻ്റെ പെട്ടെന്ന് ദേഷ്യം വരും. ഇതൊന്നും എനിക്ക് സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വീണ്ടും മെൻസസ് ഇറഗുലർ ആവണമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കിയിട്ടുള്ള ബേബി പ്ലാനിങ് ഒന്നല്ല. എന്തായാലും ഒരു 2025 ഹാഫ് ആവുന്നേക്കാൾ മുന്നേ ബേബി പ്ലാനിങ് വേണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
മേ ബി അപ്പം ഇത് വീണ്ടും ഇറഗുലർ ആയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് പെട്ടെന്ന് തന്നെ PCOD നിന്ന് റിക്കവർ ആവണം. വീണ്ടും തുടക്കമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും PCOD ഒക്കെ ഓവർകം ചെയ്തിട്ട് നല്ല ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ. അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതൊരു എന്താ പറയുക, സ്ട്രഗ്ലിംഗ് ആണെന്ന് ഓർത്തിരുന്ന് നമുക്കിങ്ങനെ മെൻ്റലി ഡിപ്രസ് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് ചട്ടം എന്ന് പറഞ്ഞിട്ട് മാറാവുന്ന അസുഖമുള്ളൂ. ഒരു 1, 2, 3 മാസം മര്യാദയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പം എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ എന്നിരുത്തി വലിച്ചു വാരി തീറ്റ എന്നല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചിരുന്നു, ഈവൻ ഞാൻ കഴിക്കുന്ന ഓരോ സാധനം, ഈവൻ ഒരു ബോട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും ഞാൻ എഴുതി വെക്കണം. അങ്ങനെ വളരെ ആത്മാർത്ഥതയോട് കൂടി ഡയറ്റ് എടുത്താലേ നടക്കുള്ളൂ. അപ്പോൾ അത് അന്ന് നല്ലപോലെ ചെയ്തിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും പഴയപടി തന്നെ ആവണം. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ആരെങ്കിലും ഡയറ്റ് പ്ലാനൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തു. പിന്നെ എന്തായാലും കല്യാണത്തിന് പോവല്ലേ, കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിത് നമ്മുടെ സ്ട്രോപ്പ് ക്രീം തുള്ളി കണ്ടോ, ഇത്രയേ ഉള്ളൂ, പ്ലമ്മിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തത്. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒരുപോലെ അല്ലല്ലോ. ചില സമയത്ത് എനിക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്ന സാധനം ചില സമയത്ത് എനിക്ക് തീരെ ഓക്കെ ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഞാനൊരു ബ്യൂട്ടി വ്ളോഗറൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് അത് ചെയ്യുമ്പോൾ. എനിക്ക് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടുമ്പോൾ നിങ്ങളെ ഷെയർ ചെയ്യും എന്നല്ലാതെ ഞാൻ അതിനുവേണ്ടി എന്താ പറയുക, ആരെയും നിർബന്ധിക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആക്കി കൊടുക്കണം, അങ്ങനത്തെ തോട്ടൊന്നും എനിക്കില്ല കേട്ടോ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പറയുന്നു, എൻ്റെ അറിവ് മുഴുവൻ ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ അതെ, ഞാൻ ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കാൻ വയ്യ, കാല് നല്ല വേദന ഉണ്ട്. കാലിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കാലിൽ നഖം നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഇവിടെ വെച്ച് കുത്തിയതായിരുന്നു. അപ്പോൾ നഖം മൊത്തം അടർന്നു പോന്നു. നഖം പോന്നെന്ന് ചോദിച്ചാൽ പോകുന്നു വെച്ചാൽ മുഴുവൻ പോരുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചെറിയൊരു പോർഷൻ മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ഞാൻ കുറേ, ഇവിടെ തന്നെ ഞാൻ കരഞ്ഞു പൊളിച്ചു. ഇവരെല്ലാവരും ഉണ്ടാക്കി അരച്ചിൽ കണ്ടിട്ട് ചിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പോഴേ ഒരുപാട് ഹോസ്പിറ്റൽ കേസും ഇഞ്ചക്ഷൻസും കുത്തി ഒരു പുള്ളിപ്പാട് സ്ഥലം എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല എന്ന് പറയില്ലേ, അതുപോലെ കുത്തലും വേദനയും സഹിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യില്ലേ, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റെറോയിഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഷുഗറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അത് കുത്തുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത്രയും പേടിയായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചവനെ പറയണ്ടല്ലോ, ഞാൻ കരഞ്ഞു പൊളിച്ച് എന്താ പറയുക, എനിക്ക് തന്നെ നാണക്കേട് ഇപ്പം ആലോചിക്കുമ്പോൾ. വിശാഖ ഇരുന്നിട്ട് ഞാൻ കരയുമ്പോൾ വിശാഖ ചിരിക്കരുത്, കാരണം എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ചിരി വരും. സത്യമാണ്, വേറൊരാൾക്ക് കാണുമ്പോൾ എന്തായാലും ചിരി വരും എന്ന് പറയാം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഞാൻ അങ്ങനെ കാര്യം ചില സമയത്ത് വിശാഖ ഇപ്പം ഇവിടെ അലയുന്നുണ്ടല്ലോ പട്ടിക്കുട്ടി, അപ്പോൾ അവള് കരയണ പോലെ ഞാൻ കരയാൻ പറയണ പോലെ ഞാനിങ്ങനെ കുറേ നേരെ ഞാൻ വെറുതെ എനിക്ക് ദേഷ്യമൊക്കെ വരിക. ഇതിങ്ങനെ കുത്തി ഇങ്ങനെ പൊളിഞ്ഞു വന്നപ്പോൾ വേദനയിൽ ദേഷ്യം വരില്ല. അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇങ്ങനെ എന്തെനിക്കോ പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിശാലിന് മൊത്തം ഇടാ പറയുന്നത്, പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി കാലിലേക്ക് നോക്കിയപ്പോൾ ചോര വരുന്നു. കാരണം അങ്ങനെ പൊളിഞ്ഞ സമയത്ത് ചോര വന്നില്ല, അങ്ങനെ ചുവന്നതേ ഉള്ളൂ. അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലൊക്കെ വന്നിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, അയ്യോ എൻ്റെ നഖം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ചോര. അപ്പം ഞാൻ ചോര കണ്ടപ്പോൾ അയ്യോ ചോര എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വിശാഖ ചിരിയോട് തോന്നും, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് തോന്നാം. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ പറയാം, എനിക്ക് പൊതുവേ വേദന സഹിക്കുന്നത് ഭയങ്കര പേടിയാണ്. അപ്പം ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കുമ്പോഴേ കാലിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കുത്തൽ, ഭയങ്കര വേദന ഉള്ളൊരു കുത്തലുണ്ട്. അതുകൊണ്ട് ഞാൻ പരിപാടി പെട്ടെന്ന് തീർക്കട്ടെ കേട്ടോ. ഇനി നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ, അയ്യേറ് നഖം പോയിനാണ് അത്രയും കരയണത് ചിരിക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഇത് ഡ്രസ്സ് ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്ത് വന്നാലും വേണ്ടി ഇഞ്ചക്ഷൻ എത്ര രൂപയാണെന്ന് നോക്കിയാലും വേണ്ടിയില്ല, അതൊന്ന് പറിച്ചെടുക്കുമ്പോഴേ നമ്മളെ തരിപ്പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ കണ്ണിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ കരുതി എന്താ ഇഞ്ചക്ഷൻ കുത്തി കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെ ആ സിസ്റ്ററോട് പറഞ്ഞു, കിടന്നോ അത് ഞാൻ ഇതാക്കി തരാം, ഇഞ്ചക്ഷൻ അടിച്ചോളാം എന്ന് പറഞ്ഞേ.
അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുള്ള ക്ലിനിക്കിലാണ് നമ്മൾ പോയത്. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, എന്താണിത്, ഇതൊക്കെ ഒരു വേദനയാണ്, എന്തൊക്കെ വേദന സഹിക്കാൻ കിടക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് സൈഡിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ അപ്പം ഞാൻ വിചാരിക്കുന്നത് അവരിപ്പോൾ വരും, ഇഞ്ചക്ഷൻ കൊടുത്തു, അപ്പോൾ ധരിക്കും, പിന്നെ എടുക്കും, ഇതൊക്കെയാണല്ലോ എൻ്റെ പ്രതീക്ഷ. ആ ചേച്ചി ഒന്നുമില്ല, ഇത് ഇത്രയല്ലേ ഉള്ളത് പറഞ്ഞ ഒറ്റ വലി. അയ്യോ, ഞാൻ ചീറിപ്പൊളിച്ചിട്ട് അവിടെയുള്ള ആളുകൾ വീണ്ടും ഇങ്ങനെ വന്ന് തലട്ടൊക്കെ എന്താ ഈ ഡ്രസ്സിംഗ് റൂമിൽ നടക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ വഷളാക്കിയിരിക്കണം. ഞാൻ വിശാഖനെ പാവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നും പറയണ്ട, വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്തായാലും നഖ എടുത്തു. ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം അത് വരുന്നത് വരെ ഡ്രസ്സ് ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പോണ സമയത്ത് അപ്പം ഞാനാണ് ഉണ്ടായത്. അപ്പം ഇന്നലെ പോയപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവല്ലോ മരുന്ന് വെച്ച് പനി, അതെടുക്കുമ്പോഴും ഭയങ്കര വേദന. ഞാൻ അവിടെ മുഴുവൻ ചിരിപ്പൊളിച്ച് ആ നേഴ്സ് ചെറിയ കുട്ടി, ഇങ്ങനെയല്ല കേട്ടോ, ചെറിയൊരു കുട്ടിയാണ്, ഈ ഒന്ന് ട്രെയിനിങ്ങിനൊക്കെ വന്ന കുട്ടി, അവള് ചിരിച്ചിട്ടും അവളും വിശാഖൊക്കെ നിന്ന് ചിരിക്കുക ഞാൻ കരയുമ്പോൾ. ഞാൻ പറഞ്ഞു നാളെ മുതൽ ഞാൻ വരില്ല, ഞാൻ ഒറ്റയ്ക്ക് ഡ്രസ്സ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഡയലോഗ് അടിച്ച് പോകുന്നു. പക്ഷേ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ പഴുക്കും. ഇത് ഇന്നലെ വന്നത് തൊട്ടിട്ട് ഇന്ന് വൈകുന്നേരം ഡ്രസ്സ് ചെയ്യാൻ പോണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കണം. അതിൻ്റെ റിലാക്സേഷനാണ് ഞാനിപ്പോൾ കല്യാണത്തിനോട് കുറച്ച് നേരമെങ്കിലും ആ വേദന ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഒരുപാട് ദൂരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര വേദന, നഖം പറിച്ചെടുത്താൽ വേദന ഉണ്ടാവും. അത് മറ്റു മുറികളേക്കാൾ കൂടുതൽ പെയിൻ ഉണ്ടാവും, കാരണം നമ്മൾ തീരെ വലിച്ചും വെള്ളമൊന്നും തട്ടാത്ത സ്ഥലമല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുക. എന്തായാലും ഗതികെട്ടൊരവസ്ഥയായി പോയി. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഇനിയും ഞാനിവിടെ നിന്ന് ചിലപ്പോൾ കരയും, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ വേദന ആലോചിച്ച് ഞാൻ കരയും. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് ക്രീം അപ്ലൈ ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് ഐഷാഡോ ഇടണം, കണ്ണെഴുതണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അതെ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ ഷെയ്ഡ് ഐഷാഡോ കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ക്രീസ് ലൈനിൽ അപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് പെട്ടെന്ന് ചെയ്യാൻ ഫൗണ്ടേഷൻ ഇടണം, കൺസീലർ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ എൻ്റെ കാലം അനുവദിക്കണില്ല. അപ്പോൾ ഞാൻ കണ്ണെടി കൊടുക്കട്ടെ കേട്ടോ. ചിലപ്പോൾ വിശാഖ് വന്നാൽ ഇതിൻ്റെ ചീത്ത അറിയും, ചെറിയ നേരം വീട്ടിൽ നിന്നിട്ട് എനിക്ക് റെഡി ആവാൻ നേരം കിട്ടില്ല, ഞാൻ വന്നിട്ട് ഇനിയും നേരം വൈകിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പം അതുകൊണ്ട് ഞാനിത് കൺമഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഫേസ് സ്കാനറുടെ ഈ ഒരു കാജൽ അടിപൊളിയാട്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഫേസ് സ്കാനറുടെ ഷോറൂം ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പം നമ്മൾ ഹൈലൈറ്റ് മാള്, ലുലു മാളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഫേസ് സ്കാനറുടെ ചെറിയ ക്യാബിൻ പോലത്തെ ഷോപ്പ് കണ്ടിട്ടില്ലേ, അവിടെ ചെന്ന് മേടിക്കാം. അവിടെ ചെന്ന് മേടിക്കുമ്പോൾ 599 499 രൂപയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് പകരം ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ചെറിയ വീക്കെൻഡ് ഓഫറൊക്കെ വരുമ്പോൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. ഒരു സമയത്ത് 299 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മേടിച്ചത് 350 റുപ്പീസിന്. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ സെപ്റ്റംബർ മാസത്തിൽ മേടിച്ചതാണ്. ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയില്ലേ, ഈ മാസം കൂടി ഇത് പോകും. 4-5 മാസമൊക്കെ ഒരു 350 രൂപ ചിലവാക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി അതേ പറഞ്ഞു, ഇതിനു വേണ്ടി പൈസ കണ്ടെത്തി മേടിക്കൊന്നും വേണ്ട. പക്ഷേ നമ്മളൊരു പുതിയ കൺമഷി മേടിക്കണം, ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നല്ലൊരു കാജലാട്ടോ. ഞാൻ കണ്ണൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പൊട്ട് തൊടുക, ലിപ്സ്റ്റിക് ഇടുക, പിന്നെ മുടി ഇടാം. കമ്മൽ ഞാൻ മാറ്റണമെന്ന് ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഞാനേ പൊതുവേ എൻ്റെ ഒരു സ്വഭാവം, ഒന്നെങ്കിൽ തീരെ കമ്മൽ വീട്ടിലിടാറേ ഇല്ല ഞാൻ, അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ പിന്നെ ദൂരെ ഇല്ല, അതാണ് അവസ്ഥ. ഈ റിങ് ഞാൻ എവിടെയോ കോഴിക്കോടൊക്കെ പോയി മേടിച്ചത് തോന്നുന്നു, ഒരു സിൽവർ ടൈപ്പ് വന്നിട്ടുള്ളൊരു റിങ്ങാണ്. ഇത് ഇട്ടേ പിന്നെ ഞാൻ ഊരാറില്ല, കാരണം വേറെ കമ്മൽ മാറ്റിയിടാനും മടിയാണ്. എന്നാൽ വീട്ടിലിടണം. ഇനി ഇവിടെ കച്ചനമ്മയും ചോദിക്കും, ഒന്ന് കമ്മലും മല കിട്ടി നടന്നുകൊണ്ട്, അതിൻ്റെ സമയത്ത് ഇതോടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റിങ് കേട്ടോ. അപ്പോൾ ഞാൻ മടി കാരണമാണ് വേറെ കമ്മലുകളൊന്നും ഇട്ട് നടക്കാത്തത്. അപ്പോൾ ഞാൻ ഇത് ഊരണോ വേണ്ടോ, ഇതിലേക്ക് മാച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് ഫുൾ കണ്ണെഴുതി പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ നോക്കട്ടെ ഈ കമ്മൽ മാറ്റണോ മാറ്റേണ്ടത്. ഞാൻ പൊട്ട് തൊട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക്, അത് നമ്മൾ യൂഷ്വലി എന്ന് യൂസ് ചെയ്യുന്ന നൈക്കയുടെ ചായ 18 ഷെയ്ഡാണ്. എന്തോ ഈ ഒരു ലിപ്സ്റ്റിക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ
അത്രയും അധികം ഒരേ സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വേറൊരു ലിപ്സ്റ്റിക്ക് ഇല്ല കേട്ടോ. കൺമഷിക്ക് പിന്നെ ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ്, കാരണം ഞാൻ വേറെ ട്രൈ ചെയ്യാറില്ല, അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്ക് ഫസ്റ്റ് ടൈമാണ് എന്തായാലും. ഒരു അടിപൊളി ഷെയ്ഡാട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടോ ചായ ഷെയ്ഡ്? അപ്പോൾ അതേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലത്തെ ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആളുകൾക്കൊക്കെ നമുക്കൊരു ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഫെയ്ഡ് ഔട്ട് ആയിട്ട് നമുക്ക് തോന്നില്ലേ, നമുക്കൊരു ഭംഗി ചേർച്ചയില്ലാത്തൊരു ലിപ്സ്റ്റിക്കായിട്ട് തോന്നില്ല. ആ പ്രശ്നം ഈ ഒരു ന്യൂഡ് ഷെയ്ഡിനില്ല. നമുക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നൊരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. നമുക്കത് ഇട്ടു എന്ന് തന്നെ നമുക്ക് ചില സമയത്ത് തോന്നില്ല. അത്രയും ലൈറ്റ് വെയ്റ്റുമാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. കണ്ടോ നല്ല. പിന്നെ വാഷ് ചെയ്താലും കുറേ നമുക്ക് നേരം ലാസ്റ്റ് ചെയ്യും. എന്നിട്ട് വാഷ് ചെയ്താലും നമുക്ക് ചെറിയൊരു ടിണ്ട് അതിലിങ്ങനെ കിടക്കുന്നത് കാണാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കിടക്കുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ആകെ ഒരു എന്താ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ്. ഇത് എത്ര തോണ്ടിയാലും ഇതിനകത്തുനിന്ന് വരിക എന്നറിയോ, അത്രയും ബുദ്ധിമുട്ടത് തോന്നാൻ. ആ തോണ്ടൽ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ നൈക്കയുടെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അടിപൊളി. എനിക്ക് പാക്കേജിങ്ങിൽ കാരണം കാണുമ്പോൾ നല്ല ക്യൂട്ട് പാക്കേജിങ് ഒക്കെയാണ്, പക്ഷെ ഇതിൻ്റെ തോണ്ടൽ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി മുടി കെട്ടട്ടെ. മുടി കെട്ടുന്ന കാര്യം ആർക്കും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ആർക്കും ഞാൻ പറയില്ല. ഒരു കുറച്ച് ആളുകൾ വന്നിട്ട് എന്തിനേയും മുടി കാണിക്കാനായിട്ട് വെറുതെ വേറെ എന്തൊക്കെയോ വീഡിയോ ഇടുന്നു, പക്ഷെ മുടി കാണിക്കലാണ് മെയിൻ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് മുടി ഞാൻ കെട്ടുന്നത് കാണിക്കുന്നത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് എല്ലാം കൂടി ബാക്കിലേക്ക് കോംബ് ചെയ്ത് പിന്നിട്ടു. പിന്നെ അതേ എൻ്റെ വാച്ച് ഞാൻ പെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ വാച്ച് ഇതിലേക്ക് നല്ല മാച്ച് ഉണ്ടല്ലേ. പിന്നെ വലത്തെ കാര്യം ഞാൻ അങ്ങനെ പതിവായിട്ടൊന്നും ഇടാറില്ല. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ചുരിദാർ ഞാൻ 250 റുപ്പീസിന് ഞാൻ മേടിച്ച ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയല്ലേ, നമുക്ക് 250 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ട് സൈഡൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി പുറത്തേക്കൊക്കെ പോകാറ്. അല്ലാതെ എല്ലാ ടൈമിലും ഫുൾ സെറ്റപ്പിൽ എന്താ പറയുക ഡ്രസ്സിനനുസരിച്ച് മാച്ച് ബാഗ്, അതുപോലെ തന്നെ ചെരുപ്പ്. ഇനിയിപ്പോൾ ചെരുപ്പ് ഞാൻ ഹവായി ചെരുപ്പിട്ട് പോകേണ്ടി വരും ഈ കാലം വെച്ചിട്ട്. അപ്പോൾ അത് ഇതിനേക്കാൾ കോമഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പോകാറ്. എല്ലാ സമയത്ത് ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫുൾ കൺസീലറും അതുപോലെ ഫൗണ്ടേഷനും യൂസ് ചെയ്തിട്ടല്ല ഞാൻ പുറത്തും പോകാറ്. ഇങ്ങനെയാണ് സാധാരണ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അല്ലാത്തതൊക്കെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ യൂഷ്വലി സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതുപോലെ സാധാരണ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാറുള്ള അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു നോർമൽ ലൈഫിൽ മേക്കപ്പ് ലുക്ക് എന്നുള്ളവരൊക്കെ താഴെ കമൻറ്റ്. ഇത്രയും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.